ചൂണ്ടക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ നിങ്ങളെ ഇതേപൂർവ്വം സ്വാഗതം ചെയ്യണം കേട്ടോ. ഞാൻ ഇത് നമ്മുടെ അർത്തുങ്കൽ കടപ്പുറത്തിൻ്റെ പുലിമുട്ടയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രൈക്കർ 120 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെമ്പല്ലി പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ചെമ്പല്ലി മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം മീനും കിട്ടുന്ന ലൂറാണ് നമ്മൾ സ്ട്രൈക്കർ 120 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും എറിഞ്ഞു നോക്കാം, എന്തെങ്കിലും കിട്ടുമോ. ചെമ്പല്ലി കിട്ടണം, കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ടോ നമുക്ക്. പതിലൊക്കെയാണ് വലിയ തിരയൊന്നുമില്ല, കിട്ടുന്ന ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും എറിഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക. ഉടക്കിയോ വിട്ട് അയച്ചുവിട്ടാ കമ്പി അയച്ചുവിട്. തിരക്കിറങ്ങുമ്പോഴേ പതിയെ വലിച്ചു വിട്ട് നോക്കിയാൽ അവിടെ ഉടക്കിയോട്ടെ. സംഭവമില്ലാണ്
വിട് 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 ലൂസാക്ക്. പൊളി റീല് ലൂസാക്കിയോ? സ്റ്റിക്കിങ് ചെയ്താ ലൂസാക്കിട്ടെ ആ ഡ്രാഗ് കൊണ്ടുവിട്. അതെങ്കിൽ പൊക്കി വിട്ടോ. വീഡിയോ ചെമ്പല്ലി ഞാൻ പിടിക്കാം. ചെമ്പല്ലി ബ്ലേഡ് കയറല്ലേ? പല്ല് ഭയങ്കര പന്ന. കൈ എടുത്തോ ചെമ്പല്ലി അവിടെ നിന്ന് പൊക്കിക്കുക. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി രാവിലെ പിടിച്ച് ചെമ്പല്ലി നമ്മൾ കശാപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അത് നമുക്ക് അവനെ നല്ലപോലെ ചെത്തിയെടുക്കണം. അതിൻ്റെ തൊണ്ടെല്ലാം ചെതുമ്പലുകളെല്ലാം നല്ലപോലെ ചെത്തിക്കളയണം. നമ്മൾ ഈ തൊലി എത്താൻ ഒരു എളുപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ പിടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ചെത്തുവാണെങ്കിൽ നമുക്ക് തൊലി കുറച്ചുകൂടി ഈസി ആയിട്ട് ചെത്തി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസമൊക്കെ കുറച്ചുകൂടെ കട്ടിയാവുമ്പോൾ നമുക്ക് തൊലി എത്താൻ കുറച്ച് എളുപ്പം ഉണ്ടാവും. നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല, കാരണം നമ്മൾ ദിവസങ്ങളോളം ഒന്നും വെക്കുന്നില്ല. ഏകദേശം ഒരു 1/4 മണിക്കൂർ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ. കാരണം നമുക്കത് തൊലി എത്താൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ആണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല എളുപ്പമുണ്ടാവും ചെത്താനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ കണ്ടില്ല. നമുക്ക് വലിയ സ്ട്രഗിളൊന്നും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഈസി ആയിട്ട് ചെത്തിയെടുക്കാനുള്ളൂ. അതിൻ്റെ നമ്മൾ നോക്കി ചെതുമ്പെല്ലാം ചെത്തിയെടുത്ത് കണ്ടോ, നല്ല ചെത്തി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇതിൻ്റെ അകത്തെ കുടലും പണ്ടവും എല്ലാം എടുത്ത് കളയാം. ഓക്കെ, വാ.
നമുക്ക് മീന് വേണ്ട മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധനമൊക്കെ കണ്ടോ, ബട്ടറുണ്ട്, ഒരു ചെറുനാരങ്ങാ നീര്, പിന്നെ നമ്മൾ നോക്കിയ മുളക് പൊടിയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നമുക്കിതിനെ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. മീനിൻ്റെ വലിപ്പം നോക്കി ഏറെക്കുറെ നമ്മുടെ ഒരു കൈക്കണക്കിന് നിങ്ങൾക്ക് വെച്ച് കീറിക്കണം. എന്നാലും വിഷമുള്ള സാധനമൊന്നുമില്ല നമ്മൾ തിന്നാൻ പോകുന്നത്. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ എന്നാലും തിന്നത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തത്തിൽ കൂട്ടി ഇളക്കിയെടുക്കാം, കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഉപ്പിടായിരിക്കില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒരു കൈയളവാണ്, അങ്ങ് ഗീച്ചുക എന്നുള്ളതാണ്. എന്നാ നമ്മളിഞ്ഞ് കുങ്കുമപ്പൂ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നമ്മൾ തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരിത്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ബട്ടർ ഉണ്ടോ അവനെയൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് കുഴച്ച് നല്ല നമ്മൾ ഈ പരിപാടി നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാവുന്നു എന്താവുന്നു ഒരു പിടുത്തവും. നമ്മൾ കണ്ട വീഡിയോ ഒക്കെ വെച്ചുള്ളൊരു പിന്നെ കുറച്ച് അറിവുമൊക്കെ വെച്ച് അങ്ങ് കീച്ചുവാണ്. ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാവാതെ എവിടെ പോകാനാ. നമ്മൾ മസാല ഉണ്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ മസാല നല്ലപോലെ നമ്മൾ ഇതിൻ്റെ ഈ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ തേച്ച് കൊടുക്കുക. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. മടക്കാം കേട്ടോ, മടക്കിയോ. നല്ലപോലെ ഇവനെ നല്ലപോലെ സെറ്റ് ചെയ്ത് നമുക്ക് കെട്ടിയെടുക്കാം. ഇനി അവനെ കെട്ടിപ്പൊട്ടി എടുത്തേക്കാണ് കേട്ടോ. ഇനി കുറച്ച് നേരം മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമുക്ക് അവനെ പൊള്ളിച്ച് നല്ല സെറ്റപ്പാക്കി എടുക്കാം. എന്തരാവോ എന്തോ നോക്കാം. നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ളത് കനൽ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇനി നമ്മൾ ഗ്രില്ല് വെക്കാൻ പോകണം കേട്ടോ. നമുക്കിവനെ വരുന്നോളം നമുക്കിവൻ ഗ്രില്ലായി വരുന്നോളം വരെ നല്ല പരുവത്തിനാവുന്നോളം വരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. നമ്മൾ കരിയല്ല ഉപയോഗിച്ചത്, നമ്മൾ ചിരട്ടയാണ് കരിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ചിരട്ടയാണ്. അതിപ്പോൾ കരി പോലെ തന്നെ നല്ല ചൂട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ കുറേ ചിരട്ട കൂട്ടിയിട്ടും കത്തിച്ച് കല്ലായി കഴിഞ്ഞപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത്. ഗ്രില്ല് ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ അടിച്ചാൽ മാത്രം മതി. കൊള്ളാം, മണമൊക്കെ വരുന്നുണ്ട്. ഇനി തുറന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെയാവുമെന്ന്. മണമൊക്കെ അടിച്ചിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, എന്തായാലും നമുക്ക് കണ്ടറിയാം. നമ്മൾ ചെമ്പല്ലി ഇതേ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ടോ. നമുക്ക് ഇനി അവനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെയൊക്കെ. എന്തായാലും കൊള്ളു നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് അവനെ ഓപ്പൺ ചെയ്യാം. വാഴയില
പൊതിഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നമ്മുടെ ഉച്ചയ്ക്കൊക്കെ ചോറ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് ചോറ് വാഴയിലേക്കകത്ത് കൊണ്ടുപോയി തന്നെ ആഹാ വാഴയിലയുടെ ഒരു സ്വാദും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ പ്രത്യേക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കൊരു സ്വാദാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓ ആ ബട്ടറിൻ്റെയും ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ മണം അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ബട്ടറൊക്കെ കണ്ട ബട്ടറൊക്കെ സൈഡിലിങ്ങനെ ഒലിച്ച് നിൽപ്പുണ്ട്. സാരിയൊക്കെ തേച്ച് നല്ല അടിപൊളി മുറിയെ ഇടും. നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാന്നുള്ളൊരു മഹാപരിപാടിയാണ്. ശകലം നമ്മളെടുത്ത് എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ കാരണവന്മാർക്ക് കുറച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് കാരണവന്മാർക്ക് നല്ല ചൂടുണ്ടേ. നമ്മൾ ഈ മസാലയ്ക്കകത്തൊക്കെ ഒന്നും ബട്ടൻ്റെ അകത്തൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി ബാക്കിയിലൊക്കെ നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. ഓ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം കേട്ടോ, ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടതല്ല, കൊള്ളാം, അടിപൊളിയുണ്ട്, സെറ്റപ്പുണ്ട്. ഒരു മസാല ടേസ്റ്റൊക്കെ വന്നുകൊണ്ട് ഇടുക. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ വീട്ടിൽ നിന്ന് പരീക്ഷ നോക്കണം കേട്ടോ. നാട്ടിൽ ഇങ്ങനെ വെള്ളം കൊടുക്കാൻ വന്നുകൊണ്ടിരിക്കുക തിന്നാനായിട്ട്. അമ്പോ കിടുകാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി എന്ന് വെച്ചാൽ കിടുകാണ്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. ഫോട്ടോ എടുത്ത് മുറിച്ച് മാറണം.